കടൽക്ഷോഭവും മഴയും തീയും കുറഞ്ഞതോടെ വാൻഹായ് 503 പ്രവേശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതിനായി 13 അംഗങ്ങളുള്ള സംഘത്തെയാണ് കപ്പലിനരികിൽ എത്തിക്കുന്നത്. ഹെലികോപ്റ്ററിന് പകരം ടഗ് ബോട്ടുകളിൽ നിന്ന് കപ്പലിലേക്ക് പ്രവേശിക്കാനാണ് ശ്രമം. കപ്പലടുപ്പിക്കാൻ ദുബായിലെ ജബേൽ അലി തുറമുഖത്തിന് പകരം ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട തുറമുഖവും അധികൃതരുടെ സജീവ പരിഗണനയിലുണ്ട്. ജൂൺ 9-ന് തീപിടിച്ച കപ്പൽ ഇപ്പോൾ കൊച്ചിക്കും ചേർത്തലയ്ക്കുമിടയിൽ 72 നോട്ടിക്കൽ മൈൽ ദൂരത്താണുള്ളത്. കപ്പലിലെ തീ ഏറെക്കുറെ അണഞ്ഞതായാണ് വിലയിരുത്തൽ. ചില ഭാഗങ്ങളിൽ നിന്ന് വെളുത്ത പുകയും ചിലയിടത്തു നിന്ന് ചാരനിറത്തിലുള്ള പുകയും ഇപ്പോഴും ഉയരുന്നുണ്ട്. ജ്വലനം നടക്കുന്ന ചില ഭാഗങ്ങളിൽ തീ ആളിപ്പിടിക്കാതിരിക്കുവാനുള്ള മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ തീ ആളിപ്പിടിച്ച ഭാഗത്തെ കപ്പലിന്റെ ഉറപ്പ് സംബന്ധിച്ച് മാത്രമേ ഇപ്പോൾ ആശങ്കയുള്ളൂവെന്ന് അധികൃതർ വ്യക്തമാക്കി. കപ്പലിലെ തീ അണയ്ക്കുകയും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും ചെയ്താൽ ഹമ്പൻടോട്ട തുറമുഖത്തേക്ക് കപ്പൽ അടുപ്പിക്കുവാനുള്ള ആലോചനകൾ സജീവമാണ്. നിലവിൽ കപ്പലുള്ള സ്ഥലത്തു നിന്ന് 480 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ തുറമുഖം. വാൻഹായ് കമ്പനിക്ക് ഹമ്പൻടോട്ട തുറമുഖവുമായി നേരത്തെ മുതലുള്ള വാണിജ്യ ബന്ധവും താരതമ്യേന കുറഞ്ഞ ദൂരവുമാണ് ഇവിടം പരിഗണിക്കുവാൻ കാരണം. മാത്രമല്ല, കപ്പൽ അടുപ്പിക്കുന്നതിനോട് തുടക്കത്തിൽ തുറമുഖം അധികൃതർ വിമുഖത പ്രകടിപ്പിച്ചിട്ടുമില്ല. എന്നാൽ ശ്രീലങ്കൻ അധികൃതരിൽ നിന്ന് അന്തിമ അനുമതി ലഭിക്കേണ്ടതുണ്ട്. ജബേൽ അലി, ബഹ്റൈൻ തുറമുഖങ്ങളും പരിഗണനയിൽ ഉണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്ധനവും ഭക്ഷണ സാമഗ്രികളും കയറ്റാനായി കരയിലേക്ക് പോയ ഓഫ്ഷോർ വാരിയർ ടഗിന് പകരം കൂടുതൽ കരുത്തുള്ള ബൊക്ക വിങ്ങറായിരുന്നു കപ്പലിനെ കെട്ടിവലിച്ചിരുന്നത്. കരയിൽ നിന്ന് ഇന്ന് മടങ്ങിയെത്തിയ ഓഫ്ഷോർ വാരിയറുമായി കപ്പലിനെ വൈകിട്ട് 6 മണിയോടെ വീണ്ടും ബന്ധിപ്പിച്ചു. കരയിലേക്ക് പോയി മടങ്ങിവന്ന സൗരാജ ബ്ലെസ്സിങ്ങിനെ കൂടി കപ്പലുമായി ബന്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. കപ്പലിൽ കയറിയുള്ള രക്ഷാദൌത്യം അടക്കമുള്ള കാര്യങ്ങൾക്ക് 13 അംഗ സംഘത്തെയാണ് ഓഫ്ഷോർ വാരിയറിൽ എത്തിച്ചിരിക്കുന്നത്. കാലാവസ്ഥയുടെ കൂടി അടിസ്ഥാനത്തിലാവും അടുത്ത നടപടികളെന്ന് അധികൃതർ വ്യക്തമാക്കി. അതിനിടെ അപകടത്തിനിടെ കാണാതായ 4 പേരുടെ തിരച്ചിൽ പ്രോട്ടോകോൾ പ്രകാരം അവസാനിപ്പിച്ചു. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൊച്ചി പോലീസ് കപ്പൽ കമ്പനിയിൽ നിന്ന് തേടിയിട്ടുണ്ട്. കുറച്ചു ദിവസം മുൻപ് അർത്തുങ്കൽ തീരത്തടിഞ്ഞ ഒരു മൃതശരീരം കപ്പൽ അപകടത്തിൽ കാണാതായ ഇന്തോനേഷ്യൻ ജീവനക്കാരന്റേതാണെന്ന സാധ്യതയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതുറപ്പിക്കുന്നതിനായി കപ്പൽ കമ്പനിയുടെ സഹായത്തോടെ വീട്ടുകാരെ ബന്ധപ്പെടുന്ന നടപടികളും പുരോഗമിക്കുകയാണ്.